നമസ്കാരം. ആഗോള കത്തോലിക്ക സഭയുടെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ട ലിയോ 14 മാർപ്പാപ്പയായി ഔദ്യോഗികമായി ചുമതലയേറ്റുകൊണ്ടുള്ള കുർബാന സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ ഇന്ന് പ്രാദേശിക സമയം രാവിലെ 10-നും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-നും നടക്കും. 2 മണിക്കൂറോളം ചടങ്ങ് നീളും. 200-ലേറെ വിദേശ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും. ഏകദേശം 6000 പോലീസ് ഉദ്യോഗസ്ഥരെയും 1000 സന്നദ്ധ പ്രവർത്തകരെയും ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. കുർബാന മധ്യേ വലിയ ഇടയന്റെ വസ്ത്രവും സ്ഥാനമോതിരവും ഏറ്റുവാങ്ങിയ ശേഷം വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി മാർപ്പാപ്പ സഭയുടെ സാരഥ്യം ഏറ്റെടുക്കും. പൗരസ്ത്യ സഭകളിൽ നിന്നുള്ള പാത്രിയർക്കീസ്മാർക്കൊപ്പം വിശുദ്ധ പത്രോസിന്റെ കബറിലെത്തി പ്രാർത്ഥിച്ച ശേഷമാകും മാർപ്പാപ്പ കുർബാനയ്ക്ക് എത്തുക. സ്പാനിഷ് ഭാഷയിലായിരിക്കും കുർബാനയിലെ ആദ്യത്തെ 2 വായനകൾ. സുവിശേഷ വായന ലത്തീനിലും ഗ്രീക്കിലും ആയിരിക്കും. തുടർന്ന് ഡീക്കന്മാർ, വൈദികർ, മെത്രാന്മാർ എന്നിവരെ പ്രതിനിധീകരിച്ച് കുർബാനയിൽ പങ്കെടുക്കുന്ന 3 കർദിനാൾമാരിൽ ആദ്യത്തെയാൾ പാലിയം ധരിപ്പിച്ച ശേഷം രണ്ടാമത്തെയാൾ പാപ്പയ്ക്കായി പ്രത്യേക പ്രാർത്ഥന ചൊല്ലി, മൂന്നാമത്തെയാൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണു നീ എന്ന പത്രോസിൻ്റെ സാക്ഷ്യം ചൊല്ലി മാർപ്പാപ്പയെ മോതിരം അണിയിക്കും. കുർബാന തുടരുന്ന മാർപ്പാപ്പ അതിനുശേഷം വിശ്വാസികളെ അഭിസംബോധനയും ചെയ്യും. സെന്റ് പീറ്റേഴ്സ് ചത്വരത്തോട് ചേർന്നുള്ള വത്തിക്കാൻ കൊട്ടാരത്തിലാകും ലിയോ 14 മാർപ്പാപ്പ താമസിക്കുക എന്നാണ് വിവരം. മുൻഗാമി ഫ്രാൻസിസ് മാർപ്പാപ്പ സെന്റ് മാർത്താസ് ഹോമിലെ സാധാരണ മുറിയിലാണ് താമസിച്ചിരുന്നത്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്, ബെൽജിയം രാജാവ് ഫിലിപ്പ്, രാജ്ഞി മെറ്റിൽഡ, ബ്രിട്ടനിലെ എഡ്വേർഡ് രാജകുമാരൻ, കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണെ, ഫ്രഞ്ച് പ്രധാനമന്ത്രി ഹോസ്വ ബേഹു, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ്, ഇറ്റലി പ്രസിഡന്റ് സെർജിയോ മാറ്ററല്ല, പ്രധാനമന്ത്രി ജോർജ മെലാനി, ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ്, സ്പെയിനിലെ ഫെലിപ്പെ രാജാവ്, രാജ്ഞി ലെറ്റീഷ്യ, യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡമിർ സെലൻസ്കി, US വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സ്ഥാനാരോഹണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തെ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് നയിക്കും.